ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നിനക്ക് എന്നിലുള്ള വിശ്വാസം കൊണ്ടാ നീ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുക്കാതിരുന്നെന്ന് എനിക്കറിയാം. നിന്റെ ആ വിശ്വാസം ഞാൻ കാക്കും കല്യാണി. ഇത് ആനന്ദിന്റെ വാക്കാ. എന്തായി കൃഷ്ണേട്ടാ, ഗുരുജി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, നോക്കുന്നതേ ഉള്ളൂ. ഓ, ഞാൻ എല്ലാ ജാതകങ്ങളും നോക്കി. ഒരു കാര്യം ഉറപ്പിക്കാം, ഇനിയൊരു വിവാഹ തടസ്സം ആനന്ദിനില്ല. ഇപ്രാവശ്യം ആനന്ദിന്റെ കല്യാണം നടന്നിരിക്കും. അറിയാലോ, കല്യാണം ദൈവനിശ്ചയമാണ്. ഇപ്പോ ഈ കല്യാണം മുടക്കം കൂടാതെ നടക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരും. എന്തു വേണമെന്ന് പറഞ്ഞോളൂ ഗുരുജി, ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഏർപ്പാട് ചെയ്ത കല്യാണം നടക്കണമെങ്കിൽ ഈ ജാതകത്തിന്റെ ഉടമ ഈ വീട്ടിലേക്ക് വരാതെ നോക്കണം. മൈ ഗോഡ്, ആരുടെ ജാതകം അത്? നോക്കട്ടെ. ഭഗവാനെ, ഇത് കല്യാണിയുടെ ജാതകമാണല്ലോ. ഗുരുജി, കല്യാണി കാരണം ഈ കല്യാണത്തിന് തടസ്സം ഉണ്ടാവുന്നാണോ അങ്ങ് പറയുന്നത്? അതെ, ഈ കല്യാണം മുടക്കം കൂടാതെ നടക്കാൻ ഈ വീടുമായി ബന്ധം പുലർത്തുന്ന ആരുടെയും ജാതകം തടസ്സമാകരുതെന്ന് കരുതിയ ഞാൻ ബന്ധുക്കളുടെയും ജോലിക്കാരുടെയും ജാതകങ്ങൾ കൂടി വാങ്ങിവെക്കാൻ പറഞ്ഞു. എല്ലാ ജാതകങ്ങളും പരിശോധിച്ചപ്പോ ഈ ജാതകക്കാരി അല്പമൊന്ന് അകന്നു നിൽക്കുന്നത് കൊള്ളാമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. പക്ഷെ ഗുരുജി, ഈ കുടുംബത്തോട് വിശ്വാസവും കൂറും പുലർത്തുന്നവളാണ് കല്യാണി. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവൾ. അവള് കാരണം ഈ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക്. എല്ലാം ശരിയാക്കാം. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു നോക്കാം. ചെറിയൊരു ശിവലിംഗം വച്ച് ഇപ്പോ ഇവിടെ ഞാൻ നോക്കിയ ജാതകക്കാരെല്ലാം ഓരോരുത്തരായി വന്ന് അതിൽ ഭസ്മാഭിഷേകം നടത്തിയിട്ട് പാലൊഴിക്കാൻ പറയുക. ആര് പാലൊഴിക്കുമ്പോഴാണോ ആ പാലിന്റെ നിറം മാറുന്നത്, അവർ കാരണമായിരിക്കും ഈ കല്യാണം തടസ്സപ്പെടുക. അത് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ആര് പാലൊഴിക്കുമ്പോഴാണോ ഭസ്മത്തിന്റെ നിറം മാറുന്നത്, അവളാണ് തൃച്ചംബരത്ത് ആനന്ദിന്റെ പെണ്ണ്. ഇത് സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ തീരുമാനമാണ്. കല്യാണി പാലൊഴിക്കുമ്പോ ഭസ്മത്തിന്റെ നിറം മാറും. അവളാണ് ആനന്ദിന് വിധിച്ച പെണ്ണ്. ദൈവനിശ്ചയത്തിന് മറ്റൊന്നും പരിഹാരമാവില്ല. അത് നടക്കും. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. ശരി ശരി ഗുരുജി, ശിവലിംഗ പൂജ ഉടനെ ചെയ്തുകൊള്ളാം. ശരി, അങ്ങനെയാവട്ടെ. ഞാൻ ഗുരുജിയെ വിട്ടിട്ട് വരാം. വരണം. ഇറങ്ങു കല്യാണി. നീ എന്താ ഈ ആലോചിക്കുന്ന? ഇറങ്ങി വാ കല്യാണി. നിന്നോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലേ, ഇറങ്ങി വാ.
എന്താ കല്യാണി ഇത്? ഈ കയ്യിൽ എങ്ങനെ രക്തം വന്നു? നീ ചതിക്കായിരുന്നോ? എന്താ കല്യാണി ഇത്? നീ എന്തിനാ ഇത് ചെയ്തേ? നിനക്ക് എന്നെ വിശ്വാസമില്ലാതായോ? വാ, ഹോസ്പിറ്റലിലേക്ക് പോ. വേണ്ട വല്യുഞ്ഞെ, അതിനു വേണ്ടിയിട്ടുള്ള മുറിവില്ല. എങ്കിലും ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? അത് സാരമില്ല വല്യുഞ്ഞെ, കുറച്ച് ഭസ്മയിട്ട് പൊതിഞ്ഞു പിടിച്ചാൽ മാറിക്കോളും. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അമ്മയുടെ ഇഷ്ടപ്രകാരമാ, അല്ലാതെ എന്റെ അറിവോടെ അല്ല. നീ എന്നെ വിശ്വസിക്കണമായിരുന്നു. ഇപ്പൊ നീ മുറിവ് ഏൽപ്പിച്ചത് നിന്റെ കയ്യിലല്ല, എന്റെ മനസ്സില. ചങ്കിക്കൊണ്ട് നടക്കല്ലായിരുന്നോ കല്യാണി നിന്നെ ഞാൻ? എന്നിട്ട് നീ എന്നോട് പൊറുക്കണം വല്യുഞ്ഞെ. മാഡം കല്യാണം ആലോചിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ മുതൽ ഞാൻ സഹിക്കായിരുന്നു. ഇതൊരു പെണ്ണിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഇതാണ് വല്യുഞ്ഞിന്റെ പെണ്ണെന്നും അടുത്ത മാസം കല്യാണമാണെന്നും പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. പെട്ടെന്ന് ആരും ഇല്ലാത്തവളായി പോയതുപോലെ, ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി എനിക്ക്. അമ്മ ഏതെങ്കിലും ഒരു പെണ്ണിനെ ചൂണ്ടിക്കാട്ടി ഇതാണ് ആനന്ദ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന് പറഞ്ഞ നിനക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുവോ കല്യാണി? അമ്മ ഏതോ പെണ്ണിനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് എന്റെ പെണ്ണെന്ന് പറയുന്നതിന് മുമ്പേ ദേവി നിന്റെ കഴുത്തിൽ താലി വീഴിച്ച് നീയാണ് എന്റെ പെണ്ണെന്ന് ഊട്ടി ഉറപ്പിച്ചതല്ലേ? ഇന്നെന്റെ അമ്മയുടെ വാക്കിനേക്കാൾ ഈ ദേവിയിൽ എനിക്ക് വിശ്വാസം. എനിക്കുള്ള വിശ്വാസം എന്നും വിളിപ്പുറത്തമ്മയെ കൈയെടുത്ത് തൊഴുന്ന നിനക്കില്ലാതെ പോയല്ലോ കല്യാണി. നീ എല്ലാം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് പോകുമ്പോ ഞാൻ അമ്മ ചൂണ്ടിക്കാണിച്ച പെണ്ണിനെയും കെട്ടി സുഖിച്ച് ജീവിക്കുമെന്ന് കരുതിയോ നീ? നിനക്ക് ഞാനില്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ പറ്റാത്തതുപോലെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. നീ എല്ലാം അവസാനിപ്പിച്ച് പോകുമ്പോ നിന്നെ ഓർത്തൊരായുസ് മുഴുവൻ കരഞ്ഞു തീർക്കാൻ ഈ ആനന്ദം ഉണ്ടാവുമെന്ന് കരുതരുത്. ജീവിതത്തിലേക്കായാലും മരണത്തിലേക്കായാലും നിന്നെ പിന്നിൽ നിർത്തിച്ചേ ഞാൻ പോവും. അയ്യോ, എന്റെ വല്യുഞ്ഞ് അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് സഹിക്കില്ലത്. വല്യുഞ്ഞ് ഒരുപാട് വർഷം ജീവിച്ചിരിക്കണം. നിന്റെ നാവ് ഫലിക്കണമെങ്കിൽ എന്റെ നിഴലായി നീ ഉണ്ടാവണം കൂടെ. വാ. എന്റെ മനസ്സിൽ നീ ഉണ്ടെന്ന് കാണിച്ചു തന്നത് ഈ ദേവിയ. ഈ ദേവി എനിക്ക് വിശ്വാസമാ. ഈ ദേവിയെ സാക്ഷി നിർത്തി ഞാൻ നിനക്കൊരു സത്യം ചെയ്തു തരാൻ പോവാ. അമ്മ തീരുമാനിച്ച ദിവസം അതേ മുഹൂർത്തത്തിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് സത്യം. ഇനി നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. മേലാൽ എന്ത് സംഭവിച്ചാലും ദേ ഇതുപോലൊന്നും കാണിച്ചു കൂട്ടില്ലെന്ന് ഇപ്പോ ഈ ദേവിയെ സാക്ഷി നിർത്തി സത്യം ചെയ്യണം.
അച്ഛാ. ആ അരവിന്ദോ, ഞാൻ ഇപ്പൊ നിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. അഖില പറഞ്ഞതുപോലെ നിന്റെ കുട്ടികളി ഒന്നും മാറിയില്ല അല്ലേ? ഓഫീസ് കാര്യങ്ങളിലൊക്കെ അല്പം കൂടെ ശ്രദ്ധ വേണം, മനസ്സിലായോ? MD അറിയാതെ അക്കൗണ്ട് ഫ്രീസ് ആവുക എന്നൊക്കെ പറഞ്ഞ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യം അത്. പലപ്പോഴും മിനിറ്റിനും സെക്കൻഡുകൾക്കും കോടികളുടെ വില വരും ബിസിനസ്സിൽ. അതെ അച്ഛാ. അതുപോലെ തന്നെ ചിലപ്പോ ജീവിതത്തിന് തന്നെ പുല്ല് വില കിട്ടാത്ത അവസ്ഥയും വരും അല്ല അച്ഛാ? നീ എന്താ ഫിലോസഫിയൊക്കെ? ചില നേരങ്ങളിൽ വിശ്വാസങ്ങളെല്ലാം തകർന്നടിയുമ്പോൾ ഫിലോസഫിയൊക്കെ കൂട്ടിന് വരും. നീ എന്താ വല്ല പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നു? അല്ല, കടിച്ചപ്പെട്ടാത്ത വാക്കുകളൊക്കെ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും പുതിയൊരു കഥാപാത്രം എൻട്രി ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി ചില സൂചനകളൊക്കെ ഉണ്ടാവും. പ്രേക്ഷകർക്കൊരു പ്രതീക്ഷ. ഇത് അതുപോലും ഇല്ലാതെ. അരവിന്ദ്, നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, ഇന്ന് തൃച്ചംബരത്ത് പുതിയൊരു കഥാപാത്രം എൻട്രി ആയി. അച്ഛൻ അറിയാതെ അത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ബ്രോയ്ക്ക് ബ്രോയുടേതായ ഇഷ്ടങ്ങളുണ്ടെന്ന് എന്താ അച്ഛൻ നിങ്ങളാരും ചിന്തിക്കാത്തേ? അതോ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന് സ്വന്തമായിട്ട് ഇഷ്ടങ്ങൾ പാടില്ല എന്നുണ്ടോ? അരവിന്ദ്, കുട്ടിക്കാലത്തെ നിന്റെ ചേട്ടനൊന്നും ആവശ്യപ്പെടാറില്ല. അഥവാ അവൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തന്നെ അത് നിനക്ക് വേണ്ടിയായിരിക്കും. അവന്റെ കളിപ്പാട്ടങ്ങളും ഡ്രസ്സും അടക്കം അഖില വാങ്ങിച്ചു കൊടുക്കാറാ പതിവ്. അതവന് ഇഷ്ടമാവുകയും ചെയ്യും. ഇത് കളിക്കോപ്പും ഡ്രസ്സും ഒന്നും അല്ല അച്ഛ. ജീവിതകാലം മുഴുവൻ കൂട്ടാക്കേണ്ടതാണ്. അച്ഛാ, ബ്രോ ചെറിയ കുട്ടിയൊന്നുമല്ല. ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിട്ട് ഇവളാണ് നിന്റെ പെണ്ണെന്ന് പറയുമ്പോൾ തല കുണിച്ച് സമ്മതിക്കാൻ. അരവിന്ദ്, അഖില ഏതായാലും ആനന്ദിന്റെ നന്മയെ ചിന്തിക്കുള്ളൂ എന്ന് എനിക്കറിയാം. അച്ഛാ, ബ്രോയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സമ്മതിക്കും തോന്നുന്നുണ്ട് അച്ഛന്? ശരി അരവിന്ദ്, നമുക്ക് ഈ ടോപ്പിക് എവിടെയെങ്കിലും നിർത്താം. അച്ഛാ, അച്ഛാ പ്ലീസ്. No. I can manage. See, it's nothing but a matter of time. സമയം എടുക്കും, പക്ഷെ റിസൾട്ട് പക്കയാ. ഗംഗ ഒന്ന് നിശ്ചയിച്ചാൽ അത് നടക്കും. നടത്തും ഞാൻ. അറിയാലോ എന്റെ സ്വഭാവം. എവിടെ പോയി? ആ നന്ദിനി, ദേ നന്ദിനി, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അവളൊരു പെൺകുറുക്കനാ, ഭയങ്കര കൗശലക്കാരി കൂടിയാ. സൂക്ഷിച്ച് വേണം ഇടപെടാൻ. അറിയാം ആന്റി, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. നന്നായി, എന്നാ പോയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ. ആ, ഇതാര്? നന്ദനയോ? വരൂ വരൂ, പ്ലീസ് കം. സോറി, ഞാനൊന്ന് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. ഷുവർ, ഓക്കെ, താങ്ക് യു. ആ, ഞാൻ ഗംഗയൊന്ന് കാണാൻ വന്നതാ. ശരി, എന്നാ നമുക്കല്പം നടന്നാലോ? ഷുവർ. വിലാസിനി ആന്റി പറഞ്ഞതുപോലൊന്നും അല്ലല്ലോ കാര്യങ്ങള്. ഇവള് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ പെരുമാറുന്നത്. ആക്ച്വലി ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. അതിനു മുമ്പ് നന്ദന എന്നെ തേടി വന്നു. ഇതിനെയാ മനപ്പുറത്ത് എന്ന് പറയുന്നത്. തൃച്ചംബരത്ത് നമ്മൾ തമ്മിലതുണ്ട്. Am I correct? 100% കറക്റ്റ്. ഇൻഫാക്ട് ഗംഗയാണ് തൃച്ചംബരത്തിന്റെ മൂത്ത മരുമകളാകാൻ പോകുന്ന ആള്. നാച്ചുറലി ഞാൻ ഇങ്ങോട്ട് വന്ന് കാണുന്നതാണ് അതിന്റെ ഔചിത്യവും ശരിയും. പിന്നെ നമ്മള് ശത്രുക്കളല്ലല്ലോ. വി ആർ ഫ്രണ്ട്സ്, റൈറ്റ്? ഡെഫിനറ്റ്ലി. പക്ഷേ നന്ദന പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്.
ഞാനിതുവരെ തൃച്ചംബരത്ത് മരുമകളായിട്ടില്ല. നന്ദന മരുമകളായിട്ട് ഇത്രയും നാളുകളായതാ. അപ്പൊ നന്ദന തന്നെയാ സീനിയർ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് കാണേണ്ടതായിരുന്നു മര്യാദ. ഏതായാലും ഇങ്ങോട്ട് എന്നെ കാണാൻ കാണിച്ച മനസ്സിന് നന്ദിയുണ്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക്സ് എ ലോട്ട്. ഇതെന്താ ഇപ്പൊ കഥ മാറിയോ? രണ്ടെണ്ണം കൂടി സംസാരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായല്ലോ. അപ്പൊ അവളുടെ സീനൊക്കെ എന്നോട് മാത്രമായിരുന്നല്ലേ? എടി ഭയങ്കരീ. പിന്നെ എന്തൊക്കെയാണ് ഗംഗയുടെ വിശേഷങ്ങൾ? പറഞ്ഞോളൂ. അല്ല, ഗംഗ ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ആളാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. യു ആർ ഓസം. അത് കൊള്ളാം. നമ്മൾ തമ്മിലൊരു ഡിസ്റ്റൻസിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ രണ്ടാളും തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ മരുമക്കളല്ലേ? പോരാത്തതിനൊരു ആയുഷ്കാലം മുഴുവൻ ഒരുമിച്ച് പോകേണ്ടവര്. യെസ്, തീർച്ചയായും സമ്മതിച്ചിരിക്കുന്നു. എനിവേസ്, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അടയാളമായിട്ട് എന്താ തരുക എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഇതെന്റെ ഒരു ഗിഫ്റ്റായിട്ട് ഗംഗ സ്വീകരിക്കണം പ്ലീസ്. ഓ, വൈ നോട്ട്? സന്തോഷായി. ഏതായാലും നന്ദന ഇങ്ങനൊരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓ എടി ഭയങ്കരി, നീ ഉഗ്ര നമ്പറിന്റെ ആളാണല്ലോ. ഇനിയിപ്പൊ എന്റെ തോളിലും കയറി ഇരിക്കോ നീ? ശരി ഗംഗേ, നമുക്കിനി എപ്പോ വേണേലും കാണാലോ. ശരി നന്ദനെ, എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതിന് വീണ്ടും താങ്ക്സ്. ഓക്കെ, ബൈ. ബൈ. വിലാസിനി, ഇത് നീ കാലാളനെ ഇറക്കി കളിച്ച കളിയാണെന്ന് എനിക്കറിയാം. എന്നോടാ പരീക്ഷണങ്ങള്. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണത്തിന് ഒരു തടസ്സവും വരാതിരിക്കാനാ ഈ പൂജ. ഈ കുടുംബത്തിലുള്ളവരും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ പൂജയിൽ പങ്കെടുത്തിരിക്കണം. ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം ഒരു തടസ്സവും കൂടാതെ നടത്തിത്തരണമെന്ന് സർവേശ്വരനായ ശിവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരായി വന്ന് ആദ്യം ഭസ്മാഭിഷേകം നടത്തണം. അതിനുശേഷം പാലഭിഷേകം. പാലഭിഷേകം ചെയ്യുമ്പോൾ നിറം മാറാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഒഴിക്കുമ്പോൾ നിറം മാറ്റം സംഭവിച്ചാൽ അവര് കാരണം ഈ കല്യാണം തടസ്സപ്പെടുമെന്നർത്ഥം. അങ്ങനെ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമെന്ന് അറിയാനാ ഇന്ന് ഈ പൂജ ഇവിടെ നടത്തുന്നത്. ഓരോരുത്തരായി വന്ന് പൂജ ചെയ്തു തുടങ്ങാം.
എന്റെ ഈശ്വര, ഇതെങ്ങാനും കളർ മാറിയ അതോടെ എന്റെ ചാപ്റ്റർ വലിച്ചു കീറി കളയും.